कूजन्तं राम रामेति मधुरं मधुराक्षरम् आरुह्य कविताशाखां वन्दे वाल्मीकिकोकिलम्। श्रीराम राम राम श्रीरामचन्द्र जय, श्रीराम राम राम श्रीरामभद्र जय, श्रीराम राम राम सीताभिराम राम, श्रीराम राम राम लोकाभिराम राम, श्रीराम राम रावणान्तक राम, श्रीराम मम हृदि रमतां राम राम, श्रीराघवात्मा राम श्रीराम रमापदे, श्रीराम रमणीय विग्रह नमोऽस्तुते। ഹനുമാന് തത്വോപദേശം. ശ്രീരാമദേവനേവമരുളി ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ചരുളി ചെയ്തു ദേവി, വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ, ശ്രീരാമപാദഭക്തപ്രവര കേട്ടാലും നീ, സച്ചിദാനന്ദമേകമദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധിനിർമുക്തം സത്താമാത്രം, നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നു നിശ്ചയിച്ചാലുമുള്ളിൽ ശ്രീരാമദേവനെ നീ, നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം, ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മമീ ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും നീ, സർവകാരണം സർവവ്യാപിനം സർവാത്മാനാം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം, സർവദാ സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാ രാമദേവനെന്നറിഞ്ഞാലും, എന്നുടെ തത്വമിനി ചൊല്ലിടാമുള്ളവണ്ണം നിന്നോടു ഞാൻ താൻ മൂലപ്രകൃതിയായതെടോ, എന്നുടെ പതിയായ പരമാത്മാവു തൻ്റെ സന്നിധി മാത്രം കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു, തൽസാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമാമവയെല്ലാം തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്നു ബുധജനം, തൽസ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്നു തൽസ്വരൂപത്തെ അറിഞ്ഞവനേ അറിയാവൂ, ഭൂമിയിൽ ദിനകരവംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും, ആമിഷഭോജികളെ വധിപ്പാനായിക്കൊണ്ടു വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയ കാലം, ക്രുദ്ധയായടുത്തൊരു ദുഷ്ടയാം താടകയെ പദ്ധതി മധ്യേ കൊന്നു സത്വരം സിദ്ധാശ്രമം ബദ്ധമോദേന പുക്കു യാഗരക്ഷയും ചെയ്തു, സിദ്ധസങ്കൽപ്പനായ കൗശികമുനിയോടും മൈഥില രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം, ഗൗതമ പത്നിയായോരഹല്യാശാപം തീർത്തു പാദപങ്കജം തൊഴുതവളെ അനുഗ്രഹിച്ചാദരപൂർവം മിഥിലാപുരമകം പുക്കു
മുപ്പുരവൈരിയുടെ ചാപവും മുറിച്ചുടൻ മൽപാണിഗ്രഹണവും ചെയ്തു പോരുന്ന നേരം മുൾപ്പുക്കു തടുത്തോരു ഭാർഗവരാമൻ തൻ്റെ ദർപ്പവുമടക്കിവൻ പോടയോധ്യയും പുക്കു. 12 സംവത്സരമിരുന്നു സുഖത്തോടെ താതനും അഭിഷേകത്തിനാരംഭിച്ചാനതു മാതാവു കൈകേയും മുടക്കിയതു മൂലം ഭ്രാതാവാകിയ സുമിത്രാത്മജനോടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം താതൻ വൃത്രാരിപുരം പുക്ക വൃത്താന്തം കേട്ട ശേഷം ചിത്തശോകത്തോടുദകക്രിയാദികൾ ചെയ്തു ഭക്തനാം ഭരതനെ അയച്ചു രാജ്യത്തിനായി. ദണ്ഡകാരണ്യം പുക്ക കാലത്തു വിരാധനെ ഖണ്ഡിച്ചു കുംഭോദ്ഭവനാമഗസ്ത്യനെ കണ്ടു. പണ്ഡിതന്മാരാം മുനിമാരോടു സത്യം ചെയ്തു ദണ്ഡമെന്നിയേ രക്ഷോവംശത്തെ ഒടുക്കുവാൻ. പുക്കിതു പഞ്ചവടി തത്ര വാണിടും കാലം പുഷ്കര ശരപരവശയായി വന്നാളല്ലോ രക്ഷോ നായകനുടെ സോദരി ശൂർപ്പണഖ. ലക്ഷ്മണനവളുടെ നാസികാഛേദം ചെയ്തു. ഉന്നതനായ ഖരൻ കോപിച്ചു യുദ്ധത്തിനായി വന്നിതു 14 സഹസ്രം പടയോടും. കൊന്നിതു 3.25 നാഴിക കൊണ്ടു തന്നെ. പിന്നെ ശൂർപ്പണഖ പോയി രാവണനോടു ചൊന്നാൾ, മായയാ പൊന്മാനായി വന്നൊരു മാരീചൻ തന്നെ സായകം പ്രയോഗിച്ചു സദ്ഗതി കൊടുത്തപ്പോൾ മായാ സീതയെ കൊണ്ടു രാവണൻ പോയ ശേഷം മായാമാനുഷൻ ജടായുസ്സിനു മോക്ഷം നൽകി. രാക്ഷസവേഷം പൂണ്ട കബന്ധൻ തന്നെ കൊന്നു മോക്ഷവും കൊടുത്തുപോയി. ശബരി തന്നെ കണ്ടു മോക്ഷധനവളുടെ പൂജയും കൈക്കൊണ്ടത മോക്ഷദാനവും ചെയ്തു പുക്കിതു പമ്പാതീരം. തത്ര കണ്ടിതു നിന്നെ പിന്നെ നിന്നോടും കൂടി മിത്രനന്ദനനായ സുഗ്രീവൻ തന്നെ കണ്ടു. മിത്രമായിരിപ്പൂതെന്ന് അന്യോന്യം സഖ്യം ചെയ്തു. വൃത്രാരിപുത്രനായ ബാലിയെ വധം ചെയ്തു. സീതാന്വേഷണം ചെയ്തു ദക്ഷിണ ജലധിയിൽ. സേതുബന്ധനം ലങ്കാമർദ്ദനം പിന്നെ ശേഷം പുത്രമിത്രാമാത്യഭൃത്യാദികളോടും കൂടി യുദ്ധസന്നദ്ധനായ ശത്രുവാം ദശാസ്യനെ ശസ്ത്രേണ വധം ചെയ്തു രക്ഷിച്ചു ലോകത്രയം. ഭക്തനാം വിഭീഷണൻ അഭിഷേകവും ചെയ്തു. പാവകൻ തങ്കൽ മറഞ്ഞിരുന്നോരെന്നെ പിന്നെ പാവനയെന്നു ലോകസമ്മതമാക്കിക്കൊണ്ടു പാവകനോടു വാങ്ങി പുഷ്പകം കരയേറി. ദേവകളോടുമനുവാദം കൊണ്ടയോധ്യയാം രാജ്യത്തിനഭിഷേകം ചെയ്തു. ദേവാദികളാൽ പൂജ്യനായിരുന്നരുളിയിടിനാൻ ജഗന്നാഥൻ. യാജ്യനാം നാരായണൻ ഭക്തിയുള്ളവർക്കു സായുജ്യമാം മോക്ഷത്തെ നൽകിയിടിനാൻ നിരഞ്ജനൻ. ഏവമാദികളായ കർമ്മങ്ങൾ തൻ്റെ
മായാദേവിയാമെന്നെ കൊണ്ടു ചെയ്യിപ്പിക്കുന്നു നൂനം. രാമനാം ജഗദ്ഗുരു നിർഗുണൻ ജഗദഭിരാമനവ്യയനേകനാനന്ദാത്മകനാത്മാ രാമനദ്വയൻ പരൻ നിഷ്കളൻ വിദ്വൽ ഭൃംഗാരാമനച്യുതൻ വിഷ്ണു ഭഗവാൻ നാരായണൻ. ഗമിക്കുന്നതും പുനരിരിക്കുന്നതും കിഞ്ചിൽ ഭ്രമിക്കുന്നതും തഥാ ദുഃഖിക്കുന്നതുമില്ല. നിർവികാരാത്മാ തേജോമയനായി നിറഞ്ഞൊരു നിർവൃതനൊരു വസ്തു ചെയ്യുകയില്ലൊരു നാളും. നിർമ്മലൻ പരിണാമഹീനനാനന്ദമൂർത്തി ചിന്മയൻ മായാമയൻ തന്നെ മായാദേവി. കർമ്മങ്ങൾ ചെയ്യുന്നതു താനെന്നു തോന്നിക്കുന്നു തൻ മായാഗുണങ്ങളെ താനനുസരിക്കയാൽ. അഞ്ജനാതനയനോടിങ്ങനെ സീതാദേവി കഞ്ചലോചന തത്വമുപദേശിച്ച ശേഷം അഞ്ജസാ രാമദേവൻ മന്ദഹാസവും ചെയ്തു മഞ്ജുളവാചാ പുനരവനോടരുൾ ചെയ്തു. പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിചിൽ കാണുന്നതു ജീവാത്മാവരികെടോ. തേജോരൂപിണിയാകുമെന്നുടെ മായതങ്കൽ വ്യാജമെന്നിയേ നിഴലിക്കുന്നു കപിവര. ഓരോരോ ജലാശയേ കേവലം മഹാകാശം നേരെ നീ കാൺമേലയോ. കണ്ടാലും അതുപോലെ സാക്ഷാലുള്ളൊരു പരബ്രഹ്മമാം പരമാത്മാ സാക്ഷിയായുള്ള ബിംബം നിശ്ചലമതു സഖേ. തത്വമസ്യാദി മഹാവാക്യാർത്ഥം കൊണ്ടു മമ തത്വത്തെ അറിഞ്ഞിടാമാചാര്യകാരുണ്യത്താൽ. മൽഭക്തനായുള്ളവനിപ്പദമറിയുമ്പോൾ മൽഭാവം പ്രാപിച്ചിടുമില്ല സംശയമേതും. മൽഭക്തി വിമുഖന്മാർ ശാസ്ത്രഗർത്തങ്ങൾ തോറും സൽഭാവം കൊണ്ടു ചാടി വീണു മോഹിച്ചിടുന്നു. ഭക്തിഹീനന്മാർക്കു 100,000 ജന്മം കൊണ്ടു സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും. പരമാത്മാവാം മമ ഹൃദയം രഹസ്യമിതൊരു നാളും മൽഭക്തിഹീനന്മാരായി മേ വീടും നരന്മാരോടു പറഞ്ഞറിയിക്കരുതെടോ. പരമമുപദേശമില്ലിതിന്മീതെയെന്നും. ശ്രീ മഹാദേവൻ മഹാദേവിയോടരുൾ ചെയ്ത രാമമാഹാത്മ്യമിദം പവിത്രം ഗുഹ്യതമം. സാക്ഷാൽ ശ്രീരാമപ്രോക്തം വായുപുത്രനായിക്കൊണ്ടു മോക്ഷദം പാപഹരം ഹൃദ്യമാനന്ദോദയം. സർവവേദാന്തസാരസംഗ്രഹം രാമതത്വം ദിവ്യനാം ഹനുമാനോടുപദേശിച്ചതെല്ലാം ഭക്തി പൂണ്ടനാരദം പഠിച്ചിടുന്ന പുമാൻ മുക്തനായി വരുമൊരു സംശയമില്ല നാഥേ. ബ്രഹ്മഹത്യാദി ദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങൾ തോറുമാർജിച്ചുള്ളവയെന്നാകിലും ഒക്കവേ നശിച്ചു പോമെന്നരുൾ ചെയ്തു രാമൻ
മർക്കടപ്രവരനോടെന്നതു സത്യമല്ലോ. ജാതി നിന്ദിതൻ പരസ്ത്രീധനഹാരി പാപി മാതൃഘാതകൻ പിതൃഘാതകൻ ബ്രഹ്മഹന്ത യോഗി വൃന്ദാപകാരി സുവർണസ്തേയി ദുഷ്ടൻ ലോകനിന്ദിതനേറ്റമെങ്കിലും അവൻ ഭക്ത്യാ രാമനാമത്തെ ജപിച്ചിടുകിൽ ദേവകളാലാമോദപൂർവം പൂജ്യനായി വരുമത്രയല്ല. യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ വിഷ്ണുലോകത്തെ പ്രാപിച്ചിടുമില്ല സംശയമേതും. ഇങ്ങനെ മഹാദേവനരുൾ ചെയ്തതു കേട്ടു തിങ്ങിടും ഭക്തിപൂർവമുർ അരുൾ ചെയ്തിതു ദേവി. മംഗളാത്മാവേ മമ ഭർത്താവേ ജഗത്പതേ ഗംഗാകാമുക പരമേശ്വര ജയ ദയാനിധേ. പന്നഗവിഭൂഷണ ഞാൻ അനുഗ്രഹീതയായി ധന്യയായി കൃതാർത്ഥയായി സ്വസ്ഥയായി വന്നേനല്ലോ. ചിഹ്നമായി വന്നു മമ സന്ദേഹമെല്ലാം ഇപ്പോൾ സന്നമായിതു മോഹമൊക്കെ നിന്നനുഗ്രഹാൽ. നിർമ്മലം രാമതത്വാമൃതമാം രസായനം ത്വന്മുഖോദ്ഗളിതമാവോളം പാനം ചെയ്താലും എന്നുള്ളിൽ തൃപ്തി വരികെന്നുള്ളതില്ലയല്ലോ. നിർണയമതു മൂലമൊന്നുണ്ടു ചൊല്ലുന്നു ഞാൻ. സംക്ഷേപിച്ചരുൾ ചെയ്തതേതുമേ മതിയല്ല. സാക്ഷാൽ ശ്രീനാരായണൻ തന്മാഹാത്മ്യങ്ങളെല്ലാം കിം ഷടന്മാർക്കു വിദ്യയുണ്ടാകയില്ലയല്ലോ. കിങ്കണന്മാരായുള്ളോർ കർത്തവുമുണ്ടായി വരാ. കിമൃണന്മാർക്കു നിത്യസൗഖ്യവുമുണ്ടായി വരാ. കിം ദേവന്മാർക്കു ഗതിയും പുനരതുപോലെ. ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരിച്ചരുളിച്ചെയ്തിടണം മടിയാതെ. ഈശ്വരൻ ദേവൻ പരമേശ്വരൻ മഹേശ്വരൻ ഈശ്വരിയുടെ ചോദ്യമിങ്ങനെ കേട്ട നേരം മന്ദഹാസവും ചെയ്തു ചന്ദ്രശേഖരൻ പരൻ. സുന്ദരഗാത്രി കേട്ടുകൊൾകെന്നരുൾ ചെയ്തു. വേദാവുശതകോടി ഗ്രന്ഥവിസ്തരം പുരാ വേദസംഹിതമരുൾ ചെയ്തിതു രാമായണം. വാൽമീകി പുനരിരുപത്തിനാലായിരമായി നാൻമുഖൻ നിയോഗത്താൽ മാനുഷമുക്ത്യർത്ഥമായി ചമച്ചാനതിലിതു ചുരുക്കി രാമദേവൻ നമുക്കുമുപദേശിച്ചിടിനാനേവം പുരാ. അധ്യാത്മരാമായണമെന്നു പേരിതിന്നിതമധ്യയനം ചെയ്യുന്നോർക്കധ്യാത്മജ്ഞാനമുണ്ടാം. പുത്രസന്തതി ധനസമൃദ്ധി ദീർഘായുസ്സും മിത്രസമ്പത്തി കീർത്തി രോഗശാന്തിയുമുണ്ടാം. ഭക്തിയും വർദ്ധിച്ചിടും മുക്തിയും സിദ്ധിച്ചിടുമെത്രയും രഹസ്യമിതെങ്കിലോ കേട്ടാലും നീ.